ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മാത്സിൽ എത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ സാധിക്കും. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.2-ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരിക്കലും എക്സാമിന് ഇത് എഴുതാതെ വിട്ടേക്കരുത്. ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്താ വേണ്ടത്? ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1/√2. 1/√2 എന്ന് പറയുന്നത് ഇറേഷണലാണ് എന്ന് പ്രൂവ് ചെയ്യേ വേണ്ടു. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ റൂട്ടിനുള്ളിലെ നമ്പേഴ്സിനെ ഡയറക്റ്റ് ഇറേഷണലായിട്ട് പ്രൂവ് ചെയ്യാനുള്ള യാതൊരു വഴിയുമില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താ അറിയോ? കോൺട്രഡിക്ഷൻ മെത്തേഡ്. എന്താണ് കോൺട്രഡിക്ഷൻ? ഇത് ആദ്യം റേഷണലാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കും. ഓക്കെ, 1/√2 റേഷണലാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കും. ലെറ്റ് us assume the contrary that 1/√2 is a rational number. റേഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഏത് ഫോമിൽ എഴുതാൻ പറ്റും? 1/√2 is equal to a/b. ഓക്കെ, അവിടെ നമുക്ക് ബ്രാക്കറ്റിൽ ഏതാ എന്ത്? a and b ആർ ഒന്നുകിൽ കോപ്രൈം എഴുതാം, അല്ലെങ്കിൽ HCF 1 എന്നത്. രണ്ടും സെയിം ആണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? അതായത് എയിലും ബിയിലും എന്തില്ല? കോമൺ ആയിട്ടൊരു ഫാക്ടറും ഇല്ല. അതിൻ്റെ ലോവസ്റ്റ് ഫോം എന്നർത്ഥം. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാം? ഈ √2 ഒറ്റക്ക് അവിടെ ആക്കുക. ഓക്കെ, ആ √2 ഒറ്റക്കാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വലി ഈ ബീനെ മുകളിലേക്ക് കൊണ്ടുപോവുക, ഈ എനെ താഴെ കൊണ്ടുപോവുക, √2 എന്ത് ചെയ്യുക? മുകളിലേക്ക് എത്തിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? p/a ഈസ് ഈക്വൽ ടു √2/1 എന്ന് വെച്ചാൽ √2 തന്നെ. എന്താ ചെയ്തേ? ബീനെ ഇങ്ങോട്ട് കൊണ്ടുപോയി അല്ലേ? അങ്ങനെ കൊണ്ടുപോയിക്കൂടെ ഈക്വൽ ടു സൈൻ്റെ? പിന്നെ എ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നൂടെ? യെസ്. √2 മുകളിലേക്ക് കൊണ്ടുപോയി 1 താഴോട്ട് കൊണ്ടുവന്നു. അടുത്ത സ്റ്റെപ്പ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു. അപ്പോൾ ഇത് നമുക്ക് ഏതിന് ഈക്വലാണ്? ദാറ്റ് ഇംപ്ലൈസ് √2 ഈസ് ഈക്വൽ ടു b/a. ഓക്കെ, അതായത് √2/1 എന്ന് പറഞ്ഞാൽ √2. b/a അവിടെ ഉള്ളത് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റിലുള്ള റൈറ്റിലാക്കി മാറ്റും നമ്മുടെ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്യാമെന്നറിയോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ തന്നെ നമ്മുടെ ആൻസർ കിട്ടി പറഞ്ഞു അല്ലേ? ഒന്നും ചെയ്യാനൊന്നുമില്ല. എന്താ അറിയോ? നമ്മുടെ LHS എന്ന് പറയുന്നത് എന്ത് നമ്പറാണ് വന്നത്? LHS എന്ന് പറയുന്നത് ഇറേഷണൽ നമ്പറാണ്. RHS എന്ന് പറഞ്ഞാൽ റേഷണൽ നമ്പറാണ്. അത് കോൺട്രഡിക്ഷൻ അല്ലേ? നമ്മൾ ആദ്യം എടുത്തത് എന്താണ്? 1/√2 എന്ന് പറയുന്ന റേഷണൽ നമ്പർ എന്നല്ല എടുത്തത്. പക്ഷേ LHSഉം RHSഉം ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തായി? കോൺട്രഡിക്ഷൻ വന്നു അല്ലേ? സിൻസ് LHS ഈസ് an irrational number is an irrational number and RHS എന്ത് നമ്പറാ? RHS is a rational number. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? അങ്ങനെ ആയതുകൊണ്ട് എന്താണ്? It contradicts our assumption. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? therefore അല്ലെങ്കിൽ thus 1/√2 is an irrational number. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട 1/√2 എന്താണെന്ന്, ഇറേഷണൽ നമ്പർ എന്ന് പ്രൂവ് ചെയ്യണം. ഡയറക്റ്റ് പ്രൂവ് ചെയ്യാനുള്ള വഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/√2 റേഷണൽ നമ്പറായിട്ട് എടുക്കുന്നു. അപ്പോൾ റേഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് a/b ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ √2 ഒറ്റക്കെടുത്തു. ഓക്കെ, ഇവിടെ √2 ഒറ്റക്കെടുത്തപ്പോൾ നമുക്ക് b/a എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇറേഷണൽ നമ്പർ കിട്ടി, റൈറ്റ് സൈഡ് റേഷണൽ നമ്പർ കിട്ടി. ഇറേഷണൽ നമ്പർ ഒരിക്കലും എന്തിന് ഈക്വൽ അല്ല? റേഷണൽ നമ്പറിന് ഈക്വൽ അല്ല. ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താണ്? നമ്മുടെ അസംഷൻ തെറ്റായതുകൊണ്ടാണ്. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? റേഷണൽ നമ്പറാണെന്ന് എടുത്തു, പക്ഷേ അത് എന്താണ്? തെറ്റാണ്. അപ്പോൾ റേഷണൽ നമ്പർ അല്ലെങ്കിൽ ആരായിരിക്കും?
ഇറേഷണൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആൻസർ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഈ ക്വസ്റ്റ്യൻ ബാക്കി എല്ലാ സ്റ്റെപ്പും ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്തിനു മാറ്റിയാൽ മതി, 1/2 അങ്ങോട്ട് മാറ്റിയാൽ മതി. ബാക്കി എല്ലാ സ്റ്റെപ്പും ഓൾമോസ്റ്റ് എന്താണ്, സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 1/2 മാറ്റി. എന്തായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 7√5 അല്ലേ. 7√5. ഇതുപോലുള്ള ഏത് നമ്പർ ക്വസ്റ്റ്യൻസ് വന്നാലും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, വേറെ ഒന്നും പേടിക്കാനില്ല. രണ്ടാമത്തെ ആൻസറാണ് കേട്ടോ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ആൻസർ 7√5. ലെറ്റ് us assume the contrary that, എന്താണ് കോൺട്രറി അസ്യൂം ചെയ്യേണ്ടത്, 7√5 ഈസ് എ റേഷണൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തെടുക്കാം, 7√5 ഈസ് ഈക്വൽ ടു a/b എന്ന് എടുക്കാം അല്ലേ. എയും ബിയും കോപ്രൈമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ √5 അവിടെ വെക്കണം. റൂട്ട് അടങ്ങിയ നമ്പർ ഏതാണോ അതിനെ അവിടെ തന്നെ അങ്ങോട്ട് വെച്ചേക്കാം, വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ എന്താ ഒരു അടിയിൽ 7b എന്ന് വരും അല്ലേ. എയും ബിയും ഇവിടെ തന്നെ വന്നു. പിന്നെ ആരാ ഈ 7 എവിടെ നിന്ന് വന്നേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു, 7b എന്ന് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ലെഫ്റ്റ് സൈഡിൽ എന്ത് കിട്ടി, ഇറേഷണൽ നമ്പർ കിട്ടി. റൈറ്റ് സൈഡിൽ റേഷണൽ നമ്പർ കിട്ടി. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടി, ഇറേഷണൽ നമ്പർ നോട്ട് ഈക്വൽ ടു റേഷണൽ നമ്പർ അല്ലേ. അപ്പോൾ സിൻസ് LHS ഈസ് എൻ ഇറേഷണൽ നമ്പർ ആൻഡ് RHS ഈസ് എ റേഷണൽ നമ്പർ, ഇറ്റ് കോൺട്രാഡിക്റ്റ് അവർ അസംഷൻ. ദസ് എന്താണ്, 7√5 ഈസ് എൻ ഇറേഷണൽ നമ്പർ. സിമ്പിൾ, നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്. ഞാൻ ഇതിൽ തന്നെ ചെയ്യാണ്, കാരണം അത്രയേ ഉള്ളൂ ഇതിൽ, വേറൊന്നും ഒന്നില്ല. നമുക്ക് അത്ര ടഫായിട്ടുള്ള ഒരു കാര്യം ഇതിലില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ 7√5 ഞാൻ അങ്ങോട്ട് എടുത്തു കളഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കാണുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ ചിലപ്പോൾ കണ്ടെത്താനൊക്കെ സാധിക്കും. എന്തായാലും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 6+√2 അല്ലേ. 6+√2. ലെറ്റ് us assume the contrary that, എന്താ ഇവിടെ ഇതിൻ്റെ 6+√2 ഈസ് എ റേഷണൽ നമ്പർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, 6+√2 ഈസ് ഈക്വൽ ടു a/b എന്ന് എഴുതാം അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആരെയാണ് ഇവിടെ വെക്കേണ്ടത്, √2 അവിടെ തന്നെ വെച്ചു. a/b 6 അങ്ങോട്ട് പോവും, താഴെയോ മേലെയോ, താഴെയല്ല മേലെയല്ല, അങ്ങോട്ട് പോവാ, വലത്തോട്ട് പോകല്ലേ. 6 വലത്തോട്ട് പോകും, -6 ആവുമേ. ഇവിടെ +6 ആണ്, അതിങ്ങോട്ട് പോകുമ്പോൾ -6 ആയിട്ട് മാറും. ഗേറ്റ് കടന്നാൽ മൈനസായി. ഓക്കെ, ഈക്വൽ ടു സൈനാണ് ഗേറ്റ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ലെഫ്റ്റ് സൈഡിൽ ഇറേഷണൽ നമ്പർ കിട്ടി, റൈറ്റ് സൈഡിൽ റേഷണൽ നമ്പറും കിട്ടി. ഇറേഷണൽ നമ്പർ ഒരിക്കലും ഈക്വൽ ആവില്ല. അപ്പോൾ എന്താണ്, സിൻസ് LHS ഈസ് എ ഇറേഷണൽ നമ്പർ ആൻഡ് RHS ഈസ് എ റേഷണൽ നമ്പർ, ഇറ്റ് കോൺട്രാക്ട് അവർ അസംഷൻ. ദസ് 6+√2 ഈസ് ആൻ ഇറേഷണൽ നമ്പർ. വളരെ സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സസൈസ് 1.2 ഫിനിഷായി. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.